കണ്ണുനീർ താഴ്വരകൾ ജീവജല നദിയാക്കുമവൻ. സങ്കീർത്തനം 84:6 ഒരു പ്രോമിസ് മറഞ്ഞു കിടപ്പുണ്ട്. അത് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. നിങ്ങൾക്കതിൽ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ണുനീരിന് താഴ്വരയിലൂടെയാണ് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ കണ്ണുനീര് ദൈവത്തിന് മുമ്പിൽ പൊഴിക്കുക. നിങ്ങൾ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക. നിങ്ങളുടെ കണ്ണുനീരിനെ ജലാശയമാക്കാൻ ദൈവം ശക്തനാണ്. നിങ്ങൾ ഇന്ന് കരഞ്ഞ ആ സ്ഥലത്ത് തന്നെ ദൈവം നിങ്ങൾക്ക് വലിയ ഒരു അനുഗ്രഹം ഒരുക്കും. 2 രാജാക്കന്മാർ ചാപ്റ്റർ 3:17 പറയുന്നുണ്ട്, ഇന്ന് നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്ക വണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. നിങ്ങൾ ഇന്ന് ഒരു പ്രതീക്ഷയും കാണുന്നില്ല, മഴ പെയ്യാനുള്ള ഒരു ചാൻസും കാണുന്നില്ല, ഒരു സമൃദ്ധിയുടെ ഒരു സൈൻ പോലും നിങ്ങൾ കാണുന്നില്ല. എങ്കിലും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ താഴ്വരയെ വെള്ളം കൊണ്ട് നിറയ്ക്കും. ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞു തരാൻ ശക്തനാണ്. നിങ്ങൾ ഇന്ന് കരഞ്ഞ നിങ്ങളുടെ ആ താഴ്വര നാളെ നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ സ്ഥലമായി മാറും. ആ സ്ഥലം നിങ്ങളുടെ ഒരു ടെസ്റ്റിമണിയായി മാറും. അതുകൊണ്ട് ദൈവം എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നില്ല, പക്ഷെ ദൈവം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. God bless you everyone.